അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് നമ്മുടെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ പ്രധാനപ്പെട്ട രാത്രികളിലൊക്കെ ഈ ആയത്ത് നമ്മുടെ ദുആകളിലൊക്കെ കൊണ്ടുവരേണ്ട ആയത്താണ്. ഈ ആയത്തിന് ഇത്രയും പ്രാധാന്യം കിട്ടാൻ കാരണം എന്താ? മനുഷ്യൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ദുനിയാവിനും, രണ്ട് ആഖിറത്തിനും. രണ്ട് ലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട് ലോകം രക്ഷപ്പെടാം, രണ്ട് ലോകത്തും അള്ളാഹുവിന്റെ വലിയ വിജയം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മയ്ക്ക്. അള്ളാഹു ഇരു ലോകത്തിനും അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാരൊക്കെ ഉണ്ട്. അവരുടെ എല്ലാ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. ഇരുലോകം വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അവരെ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ രണ്ട് ലോകത്തും വിജയിക്കാൻ പറ്റിയ ഒരു സൂറത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നാം ചർച്ച ചെയ്യുകയാണ്. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ എന്നും മലക്കുകളുടെ സാന്നിധ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം, മലക്കുകളുടെ സാന്നിധ്യം. അതോടൊപ്പം നമ്മുടെ വീട് എന്ന് പറയുന്നത് എപ്പോഴും പരിശുദ്ധ ഖുർആൻ ഓതുന്ന വീടായി മാറേണ്ടതുണ്ട്. എന്നും നമുക്കൊരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം, ചിലപ്പോൾ നമ്മുടെ ചില ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ പെട്ടെന്ന് നമുക്ക് സഫലീകരിച്ച് കിട്ടേണ്ടതുണ്ട്. ഇതിനൊക്കെ പറ്റിയ സൂറത്തുകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം പള്ളികളിലേക്ക് പോയാൽ അവിടുത്തെ ഇമാംമാർ, അവിടുത്തെ ഖത്തീബന്മാർ ഒക്കെ പ്രാർത്ഥനയിൽ കൂടുതൽ കൊണ്ടുവരുന്ന ഒരു ദുആയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതും വഖിന അദാബന്നാർ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണേ അല്ലാഹ്. വഫിൽ ആഖിറതി, ആഖിറത്തിലും ഹസനത്ത് നൽകണേ അല്ലാഹ്. ഇരു ലോകത്തും വിജയിക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു നമ്മെ ഇരു ലോകത്ത് വിജയിപ്പിക്കട്ടെ. വഖിന അദാബന്നാർ, നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുക. നരകം എന്ന് പറയുന്നത് ഭയാനകമാണ്. അതിന്റെ കാഠിന്യത്തെക്കുറിച്ചൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിൽ ആവർത്തിച്ച് എല്ലാം പള്ളികളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ജിർനാ മിനന്നാർ, അല്ലാഹുമ്മ ജിർനാ മിനന്നാർ, അല്ലാഹുമ്മ ജിർനാ മിനന്നാർ, അല്ലാഹുമ്മ ലാ തശ്ബി ഖൽഖനാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹഖബിന്നാർ ഫഇന്നഹാ ബിഅ്സദ്ദാർ വബിഅ്സൽ മസ്വാ വബിഅ്സൽ ഖറാർ. ഈ ഒരു ദുആ എല്ലാ പള്ളികളിൽ അവിടുത്തെ ഇമാമാർ കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ട്? നരകം അത്രയും ഭീകരമാണ്. ആവർത്തിച്ച് 3 തവണ പറയുന്നുണ്ട്. എന്തിനാ പറയുന്നത്? 3 തവണ ആവർത്തിച്ച് പറയുമ്പോൾ ആ ദുആ അല്ലാഹു നമ്മെ സ്വീകരിക്കുകയും നരകത്തെ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ആ സമയത്ത് നാമൊക്കെ വളരെ ആത്മാർത്ഥമായി ആമീൻ പറയണം. ഖുതുബ ഓതുന്ന സമയത്തൊക്കെ പലരും അവർക്കുള്ള കച്ചവടത്തിന്റെ വിഷയം, അതുപോലെ സാമ്പത്തികമായ വിഷയത്തെക്കുറിച്ചും അങ്ങനെ വീടിന്റെയും ഭാര്യയെക്കുറിച്ചും ചില ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കളയുകയാണ്. ആ സമയത്ത് ശ്രദ്ധ പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇമാം ദുആ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇയാൾ വലിയ ഉറക്കിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ എന്തോ ഒരു ചിന്തയിൽ, എന്തോ അവരുടെ ഇത് പള്ളിയാണ്, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, ഞാനിവിടെ ഒരു അടിമയാണ്, ഇതെന്റെ രാജാവിന്റെ കൊട്ടാരമാണ്, ഞാനിവിടെ ഒരു അടിമയെ പോലെ വളരെ ശ്രദ്ധയോടുകൂടി, ഒരു രാജാവിന്റെ മുമ്പിൽ ഒരു അടിമ എത്ര ശ്രദ്ധയിലിരിക്കുന്നു, ആ ഒരു ശ്രദ്ധയിലിരിക്കണമെന്നുള്ളൊരു ബോധം ചില ആളുകൾക്കില്ല. അവർ വരുന്നത് തന്നെ അവർ വരുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടമാകുന്നു. കാരണം പള്ളിയിലേക്ക് വരുമ്പോൾ വിനയത്തോടു കൂടി വരിക. കാരണം നമ്മുടെ രാജാവായ അള്ളാഹുവിന്റെ ആ ഭവനത്തിലേക്ക് വരുമ്പോൾ നാം ഒരു അടിമയെ പോലെ ആയിരിക്കണം. അവിടെ ആരായാലും, പള്ളിയുടെ ഖത്തീബാണെങ്കിലും പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും പള്ളിയിൽ അള്ളാഹുവിന്റെ അടിമകളാണ് എല്ലാവരും. അപ്പോൾ പള്ളിയിൽ വന്ന് ആ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്കൊക്കെ ആമീൻ പറയണം. നരകത്തിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്ന പ്രാർത്ഥന. അപ്പൊ നമുക്ക് ദുനിയാവിനും ആഖിറത്തിലും രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ട് നാം ഓതേണ്ടത്, കാരണം സൂറത്തുൽ മുൽക്ക് നാം അറിയണം. ഇതിന്റെ ഗൗരവം അറിയണമെങ്കിൽ ഖബറിൽ പോകണം. മരിച്ച് ഖബറിൽ കൊണ്ടുപോയി കിടത്തുമ്പോൾ അറിയാം ഇതിന്റെ ഗൗരവം. അവിടെ ഓതിയവർ രക്ഷപ്പെടുമ്പോൾ അപ്പോൾ തോന്നും, യാ അല്ലാഹ്, ഞാനും ഈ ഒരു സൂറത്ത് പതിവാക്കിയിരുന്നെങ്കിൽ എന്നെയും അല്ലാഹു രക്ഷപ്പെടുത്തുമായിരുന്നില്ലേ. എന്നും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ നാം, അതുപോലെ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നാം ഓതിപ്പിക്കണം. സൂറത്തുൽ മുൽക്ക് നാം പതിവാക്കുക. കാരണം സൂറത്തുൽ മുൽക്ക് നമ്മുടെ ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നാണ്. അതുപോലെ എന്നും സാമ്പത്തികമായ പ്രയാസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി എന്നും നമ്മുടെ വീട്ടിൽ
നമ്മുടെ മക്കളെ കൊണ്ട്, നമ്മുടെ പെൺമക്കളെ കൊണ്ട് സ്വഹാബത്തുൽ കിറാം അങ്ങനെ ഓദിപ്പിച്ചിരുന്നു. സ്വഹാബത്തുൽ കിറാമൊക്കെ ദാരിദ്ര്യത്തെ അവരൊന്നും ഭയപ്പെട്ടില്ല. സൂറത്തുൽ വാഖിയ എന്നും നമ്മുടെ വീട്ടിൽ അത് ഓതണം. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം അത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി എന്തും സൂറത്തു സജ്ദ നാം പതിവാക്കണം. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ റഹ്മാൻ ഓതുന്ന വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകണം. എന്നും സൂറത്തു സജ്ദ നാം പതിവാക്കണം. സൂറത്തു സജ്ദ ഓതുന്ന വീട്ടിൽ, സൂറത്തു സജ്ദ ഓതുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ഒരു ഉംറയുടെ പ്രതിഫലമാണ് നൽകുന്നത്. അതുപോലെ സൂറത്ത് യാസീനെ കുറിച്ച് പറയേണ്ടതില്ല. നാം എന്ത് നിയത്ത് വെച്ച് ആ സൂറത്ത് യാസീൻ ഓതുന്നുണ്ടോ ആ ഉദ്ദേശം അള്ളാഹു നമുക്ക് നിറവേറ്റി തരുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സൂറത്തുകൾ നമ്മുടെ വീട്ടിൽ നാം പതിവാക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഈ സൂറത്തുകളൊക്കെ നമ്മുടെ ഇരുലോകം വിജയത്തിനുള്ളതാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇരുലോകം വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി